Good morning, all. Good morning, Miss. Good morning, Miss. Okay, good morning. നമ്മള് ട്രാൻസ്ഫർ പേഷ്യന്റിന്റെ അല്ലെ ലാസ്റ്റ് ക്വസ്റ്റ്യനായി നിങ്ങളെ എടുത്തോളം വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ആരൊക്കെ റെസ്പോണ്ടും ഇല്ല. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ട്രാൻസ്ഫർ പേഷ്യന്റ് നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? എടുത്തോളം എവിടെ വരെയാ നമ്മളെ എടുത്ത് നിർത്തിയതെന്നൊന്ന് പറയാമോ? ഓർക്കണില്ലേ നിങ്ങള്? എന്തായാലും എക്യുപ്മെന്റ്സിന്റെ 1-2 പോയിന്റ്സ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ? ശരിയല്ലേ? ഓക്കെ, സെക്കൻഡ് പോയിന്റ്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് എടുക്കാന്നുള്ളത് 3rd പോയിന്റ് തുടങ്ങിയാണ്. എന്തായാലും എടുക്കാലോ. നിങ്ങൾ എന്തായാലും എപ്പോഴെങ്കിലും വായിച്ചു നോക്കണം. വായിച്ചിട്ടില്ലെങ്കിൽ തന്നെ എന്തായാലും അപ്പൊ വായിച്ചു നോക്കുമ്പോൾ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അതുപോലെ ഞാൻ ചോദിക്കുന്നത് തലേ ദിവസം എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാവുന്നതാണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടി പറയാം. ഓൾ ദ ഇൻസ്പെക്ഷൻ നീഡ്. നമുക്കറിയാം ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റിനെ എന്തെങ്കിലും സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിലേക്കൊക്കെ എത്രയും പെട്ടെന്നൊക്കെ കൊണ്ടുപോകേണ്ടി വരുമ്പോൾ സാധാരണയായിട്ട് ആ കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ചില എക്യുപ്മെന്റ്സ്, രോഗിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ അതിനോടൊപ്പം തന്നെ കൂട്ടി. നമുക്കറിയാം ചിലപ്പോൾ മെഡിസിനൊക്കെ എന്താ ടൈം ടു ടൈം തന്നെ അവർ യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ ആ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് എത്തുന്ന ടൈമിലും ഈ സമയത്തിന്റെ ആ ഒരു കറക്റ്റ് ഇന്റർവെൽ അനുസരിച്ചിട്ട് തന്നെ മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കൊടുക്കാനായിട്ടുള്ള റെഡി ആയിട്ടുള്ള മെഡിസിൻസ് എല്ലാം കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് നല്ല പ്രഷറോ അല്ലെങ്കിൽ ഓക്സിജന്റെ ലെവലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഡോക്ടേഴ്സ് നഴ്സുമാർക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സും മതിയായ എക്യുപ്മെന്റ്സും ഈ പേഷ്യന്റിനോടൊപ്പം തന്നെ വഹിച്ചുകൊണ്ട് പോകേണ്ടതാണ്. അപ്പൊ അതിന്റെ സെക്കൻഡ് പോയിന്റ് പറയാണ് എന്താ ഓൾ ദ ഇൻസ്പെക്ഷൻ നീഡ്സ് ടു ബി കൺഫേംഡ് ബിഫോർ ദ ബിഗിനിങ് ഓഫ് എ ട്രാൻസ്ഫർ ടുഗദർ വിത്ത് ദ സ്റ്റാർട്ടിംഗ് ഓഫ് എ ഇൻഫ്യൂഷൻ ഡ്രഗ്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും അല്ലെ ഏതെങ്കിലും രീതിയിൽ നമ്മൾക്ക് ചിലപ്പോൾ ഈ രോഗിയെ നമുക്കറിയാം ചിലപ്പോൾ ഓവർ സ്ട്രെയിൻ ചെയ്ത് എടുക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര പെയിനോ അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടും അല്ലെ നമുക്കറിയാം ചില പേഷ്യൻസ് അല്ലെ നമ്മൾ എന്തെങ്കിലും വിചാരിച്ച മാതിരി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലുള്ള പേഷ്യൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ മാറ്റി കിടത്തുന്ന എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും. അത് ഓരോ ടൈം അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുള്ള പ്ലേസിലേക്കാണ് പോകേണ്ടതെങ്കിൽ അവർക്ക് ആ ചെറിയ ഇന്റർവെൽസ് കഴിയുമ്പോൾ വീണ്ടും ഈ മെഡിസിൻ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് എന്തായാലും ഇവര് ഉറപ്പാക്കേണ്ടതാണ് ഈ രോഗിയോടൊപ്പം കൊണ്ടുപോകാനായിട്ട്. The drug required for a patient transfer involve muscle relaxants, അതായത് നമ്മുടെ മസിലുകളെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്തെങ്കിലും അല്ലെങ്കിൽ സെഡേറ്റീവ് എന്തെങ്കിലും മയങ്ങി പോകാനുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ അനാൽജസിക്, അതായത് അനാൽജസിക് എന്ന് പറയുന്നത് നമ്മുടെ വേദനാ സംഹാരികൾ, പിന്നെ ഇനോട്രോപ്സ് അതുപോലെ തന്നെയുള്ള ഒരു മെഡിസിൻ തന്നെയാണ്. എന്താണ് മസിലുകളുടെ റിലാക്സേഷനുമായി ബന്ധപ്പെട്ട് തന്നെ മെഡിസിൻ ആണ്. അത്തരത്തിലുള്ള മെഡിസിൻസ് എല്ലാം അല്ലെങ്കിൽ റെസിസിറ്റേഷൻ ഡ്രഗ്സ്, അതായത് രോഗിയുടെ പുനർജീവനത്തിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ഡോക്ടേഴ്സിന് അറിയാം ഏതൊക്കെ തരത്തിലുള്ള മെഡിസിൻസ് ആണ് ഓരോ ഇന്റർവെൽസ് അനുസരിച്ചിട്ട് ഈ വ്യക്തിക്ക് ആ ഒരു പ്ലേസിലേക്ക് നമുക്ക് കൂടുതൽ ഫെസിലിറ്റി ഉള്ള പ്ലേസിലേക്ക് എത്തിച്ചേരുന്നത് വരെ കൊടുക്കേണ്ടത് എന്നുള്ളത് ഡോക്ടേഴ്സിന് അറിയാം. അത്തരത്തിലുള്ള മെഡിസിൻസ് മസ്റ്റ് ആയിട്ടും ഈ രോഗിയോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതാണ്. നെക്സ്റ്റ് സെന്റൻസ് പറയുന്നത് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ടു പേഷ്യന്റ് ട്രാൻസ്ഫർ ഷുഡ് അഷ്വർ കറക്റ്റ് സപ്ലൈസ് ഓഫ് ദീസ് എമർജൻസി ഡ്രഗ്സ്. അതായത് ഇവര് ആരാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് അവരെന്തായാലും ഇത്തരത്തിലുള്ള മെഡിസിൻസ് അതെല്ലാം ആവശ്യത്തിന് മതിയായ രീതിയിൽ കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അത് അതിന്റെ ഉത്തരവാദിത്തം ഏത് പേഴ്സൺ ആണോ ആ പേഴ്സൺ, അത് ചിലപ്പോൾ ഒരുപക്ഷെ നഴ്സുമാരോ
അല്ലെ, അതുമായി ബന്ധപ്പെട്ട രോഗിയോടൊപ്പം തന്നെ പോകുന്ന ഏതെങ്കിലും പേഴ്സൺ ആയിരിക്കും. അത് കൃത്യമായിട്ട് തന്നെ ഇത്തരം മെഡിസിൻസ് എല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. Then some of these drugs may be needed to be prepared in a pre-filled syringes before the transfer. ചിലപ്പോഴൊക്കെ നമുക്കറിയാം അല്ലെ, എന്തെങ്കിലും റിയാക്ഷൻസ് പെട്ടെന്ന് അവർ വയലൻസ് ഒക്കെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ചെറിയ സിംറ്റംസ് കാണിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇഞ്ചക്ട് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ നേരത്തെ കൂട്ടി റീഫിൽഡ് സിറിഞ്ചില് ഫില്ല് ചെയ്ത് വെക്കേണ്ടത് വരെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതായത് ആ സമയത്ത് കറക്റ്റ് റിയാക്ഷൻ വരുന്നത് അനുസരിച്ചിട്ട് തന്നെ ആ ടൈമിൽ തന്നെ ഇവർക്ക് ആ രോഗിക്ക് അത് കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ്. ഹലോ, ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ്, ദ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ഇൻസ്പെക്ഷൻ suggested for patient transfer include uninterputed electrocardiography inspection, non-invasive blood pressure. Okay, second point നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞു. ഇനി തേർഡ് പോയിന്റിലേക്ക് പോവുകയാണ്. The minimum standard of inspection suggested for patient transfer include uninterputed electrocardiography inspection, non-invasive blood pressure, oxygen saturation and temperature. അതായത് നമ്മൾ ഈ രോഗിയെ കൊണ്ടുപോകുമ്പോൾ രോഗിയെ നമ്മൾ നേരത്തെ പറഞ്ഞു സെക്കൻഡ് പോയിന്റിൽ പ്രധാനമായിട്ട് പറയുന്നത് മെഡിസിൻസിന്റെ കാര്യം അല്ലെ. അത് വ്യത്യസ്ത തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെയാണ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താണ് സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ഉണ്ട്, വേദന സംഹാരികളുണ്ട്, മയങ്ങി പോകുന്ന മെഡിസിൻസ് ഉണ്ട്, മസിലുകൾക്ക് ഇത് കൊടുക്കുന്ന ഉത്തേജനം കൊടുക്കുന്ന മെഡിസിനുകളുണ്ട്, അല്ലെങ്കിൽ പുനർജീവനത്തിന് ആവശ്യമായിട്ടുള്ള രോഗിക്ക് അല്ലെ നമുക്ക് ക്ഷയിച്ചു പോകാതെ ജീവൻ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഉത്തേജനം കൊടുക്കുന്ന ചില മെഡിസിൻസ് ഒക്കെ നേരത്തെ കൂട്ടിയിട്ട് കരുതി വെക്കേണ്ടതുണ്ട്. ചിലത് സിറിഞ്ചിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞു. അതുമാതിരി തന്നെ പേഷ്യന്റിന്റെ ചില കാര്യങ്ങൾ അല്ലെ നമ്മുടെ കാർഡിയോ അതായത് നമ്മുടെ ഹേർട്ടുമായി ബന്ധപ്പെട്ട ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറുമായിട്ടുള്ള ഇൻസ്പെക്ഷൻ, ചിലപ്പോൾ അതേമാതിരി തന്നെ ഓക്സിജൻ നമുക്കറിയാം മിനിമം ഓക്സിജൻ നമ്മൾ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുകയും നിശ്ചിത അളവിൽ തന്നെ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യേണ്ടതുണ്ട് അല്ലെ. അതിന്റെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള വോളിയം അതായത് കറക്റ്റ് ഇതിൽ തന്നെയായിരിക്കും അല്ലെ, കറക്റ്റ് പെർസെന്റേജിൽ തന്നെയായിരിക്കും വലിച്ചെടുക്കുകയും തിരിച്ചുവിടുകയൊക്കെ ചെയ്യേണ്ടത്. അതെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ തന്നെ ഈ പേഷ്യന്റിനോടൊപ്പം തന്നെ വഹിക്കേണ്ടതാണ്. The minimum standard of inspection suggested for a patient transfer include uninterrupted electrocardiogram inspection. അതായത് തടസ്സമില്ലാത്ത രീതിയിൽ തന്നെ ഹേർട്ടിന്റെ ആ ഒരു പരിശോധന നടത്താൻ വേണ്ടിയിട്ട് നോൺ ഇൻവസീവ് ബ്ലഡ് പ്രഷറിന്റെ അതേമാതിരി തന്നെ അല്ലെ തടസ്സമില്ലാത്ത ആത്മാത്മകമായ എന്തെങ്കിലും ബ്ലഡ് പ്രഷർ ഒക്കെ കൂടുതൽ ഹൈ ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് രോഗിയെ കൂടുതൽ ബാധിക്കും. അപ്പൊ അതിന്റെയൊക്കെ നിരീക്ഷണം അതിന് മോണിറ്ററിംഗ് സംവിധാനങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ഈ രോഗിക്കൊപ്പം കൊണ്ടുപോകേണ്ടതുണ്ട്. രോഗിയുടെ ഡിഫറെന്റ് അല്ലെ വ്യത്യസ്ത രോഗികളായിരിക്കും നമ്മൾ ഒരു പ്ലേസിൽ നിന്ന് കൊണ്ടുപോകുന്ന രോഗിയുടെ സിറ്റുവേഷൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. എന്താണ് ഫസ്റ്റില് നമ്മൾ പറയുന്നത് ഇങ്ങനെ അല്ലെ, ഇത്തരത്തിലുള്ള രോഗിയുടെ ഈ പ്രഷറും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട രോഗിയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മോണിറ്ററിംഗ് സംവിധാനങ്ങളും ഇതോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതാണ്. The non-invasive blood pressure may be notably affected by the motion effect after effects. ഇതിലെ മോഷൻ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷൻ അതായത് ചലനം, അതായത് ഇൻ കേസ് നമ്മൾ എയർ ട്രാൻസ്പോർട്ട് ആണ് എങ്കിൽ രോഗിയെ കൊണ്ട് പോകുമ്പോ പെട്ടെന്നൊരു ചലനം അല്ലെ, പെട്ടെന്ന് രോഗി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം തന്നെ രോഗിയും നിശ്ചലാവസ്ഥയിലൊക്കെ കിടക്കുന്ന രോഗികളൊക്കെ ആകുമ്പോൾ അവരുടെ ആ ഒരു ചലനാത്മകമായിട്ട് സംഭവിക്കുന്ന എന്തെങ്കിലും പ്രഷർ വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഈ രോഗിക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത്തരം മോണിറ്ററിംഗ് ഒക്കെ അത്തരം നിരീക്ഷണങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ അത് നിർണയിച്ച് തന്നെ പോകേണ്ടതുണ്ട്. സോ ഇറ്റ് മേ ബി കോഷ്യസ് ടു യൂസ് invasive blood pressure inspection in a selected subset of a patient. അപ്പൊ അതിനനുസരിച്ചിട്ട് നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരം മോണിറ്ററിംഗ് സംവിധാനങ്ങളും ഇതോടൊപ്പം തന്നെ വഹിച്ചു കൊണ്ടുപോകണം. നേരത്തെ നമ്മൾ പറഞ്ഞു മെഡിസിൻസ് എല്ലാം ഇവരോടൊപ്പം തന്നെ കൊണ്ടുപോകണം. ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇതിൽ പറയുന്നത് എന്താണ്
ചില കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്ത് അതിനനുസരിച്ചിട്ടാണ് രോഗിയെ പരിചരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നതാണ് പ്രഷർ വേരിയേഷൻ അല്ലെങ്കിൽ ഹേർട്ടിന്റെ ഇലക്ട്രോകാർഡിയോഗ്രാഫി ഇൻസ്പെക്ഷൻ. അതെല്ലാം കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് രോഗിയെ എന്തെങ്കിലും ട്രീറ്റ്മെന്റിനോട് ചേർക്കും എന്തെങ്കിലും സംതിങ് ഒക്കെ കൊടുത്തിട്ട് രോഗിയെ ആ മറ്റൊരു പ്ലേസിലേക്ക് എത്തിക്കുന്നത് വരെ ഇവരോടൊപ്പം അത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള മോണിറ്ററിംഗ് സംവിധാനങ്ങൾ മസ്റ്റായിട്ടും ഈ രോഗിയോടൊപ്പം ഉണ്ടാകണമെന്നത്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി നോക്കാട്ടോ, ലാസ്റ്റ് കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. All the inspection equipment should be secured accurately and should be placed at below the level of the patient for uninterrupted inspection. അതായത് നമുക്ക് എല്ലാ എക്യുപ്മെന്റ്സ് എല്ലാം, അതായത് മെഡിസിൻസും അല്ലെങ്കിൽ ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്ന എക്യുപ്മെന്റ്സ് എല്ലാം കൃത്യമായിട്ട് തന്നെ ഇവരോടൊപ്പം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. തടസ്സമില്ലാത്ത രീതിയിൽ തന്നെ ഇൻസ്പെക്ഷൻ പരിശോധന നടത്തേണ്ടതാണ്. The electrical device must be functional on battery power with the provision of extra batteries during transfer. In case ബാറ്ററിയിലല്ല മിക്കപ്പോഴും ഇതുകളെല്ലാം എക്യുപ്മെന്റ്സുകളെല്ലാം ബാറ്ററിയിലായിരിക്കും. അപ്പൊ ബാറ്ററികളുടെ ഫംഗ്ഷൻ എങ്ങാനും അല്ലെ ഇല്ലാതെ വരികയാണെങ്കിൽ നമുക്ക് അതിനെ കരുതലായിട്ട് എക്സ്ട്രാ ബാറ്ററി കൂടി ഇതിനു വേണ്ടിയിട്ട് കരുതേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മള് മെഡിസിൻസിന്റെ കാര്യം, എക്യുപ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞു. പിന്നെ അതിനോടൊപ്പം തന്നെ എന്താണ് അതിനാവശ്യമായിട്ടുള്ള ബാറ്ററിയുടെ കരുതലും കൂടി പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് പേഷ്യൻസ് ഓൺ വെന്റിലേറ്റർ മസ്റ്റ് ബി ഷിഫ്റ്റഡ് ഓൺ പോർട്ടബിൾ ട്രാൻസ്പോർട്ടഡ് വെന്റിലേറ്റേഴ്സ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ഡിസ്പ്ലേ ഓഫ് അലാംസ് അസോസിയേറ്റഡ് വിത്ത് ടൈഡൽ വോളിയം. നമുക്ക് ചിലപ്പോഴറിയാം അല്ലെ, നമ്മളിപ്പോ ഓപ്പറേഷന് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അലാം സെറ്റ് ചെയ്തിട്ടാണ് അല്ലെ അവര് പ്രഷറും കാര്യം. അപ്പൊ നമുക്കറിയാം അലാമത്തിന്റെ വോളിയം കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തിന്റെയൊക്കെ അറിയാം. അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിനനുസരിച്ച് ടൈഡൽ വോളിയത്തിൽ മതിയായ വോളിയത്തിൽ തന്നെ അലാം സെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും മാറ്റേഴ്സ് ആ രോഗിക്ക് വന്നിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യാനും അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ രോഗിക്ക് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും. എയർവേ പ്രഷർ, ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ, ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷൻ ആൻഡ് റെസ്പിറേറ്ററി റേറ്റ്. അതായത് പൊതുവെ നമ്മുടെ പ്രഷർ അല്ലെ, നമ്മുടെ മർദ്ദം അല്ലെ, വായുമർദ്ദത്തിന്റെ അളവ്, അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഓക്സിജന്റെ അളവ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്, ഇതെല്ലാം എല്ലാത്തിനും എന്താണ് ഒരു മോണിറ്ററിംഗ് സംവിധാനം വിത്ത് അലാമോട് കൂടിയാവുമ്പോൾ എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ അലാം അനുസരിച്ചിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാനും രോഗിക്ക് അപ്പൊ തന്നെ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ രോഗിയെ പ്രധാനമായിട്ടും എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Okay, patients on ventilator must be shifted on a portable transport ventilators with the provision of a display. Ventilators എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ ശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ വഹിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് അലാം സെറ്റ് ചെയ്തിട്ടുള്ള വോളിയത്തിൽ തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ, അത് ടൈഡൽ വോളിയത്തിൽ തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ രോഗിക്ക് എന്തെങ്കിലും മതിയായ അളവിൽ ഓക്സിജൻ എടുക്കാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തള്ളാൻ പറ്റാത്ത അവസ്ഥകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് പ്രഷർ കയറുകയോ അങ്ങനെയൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ അലാം അത് നമ്മൾ ഓർമ്മപ്പെടുത്തുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഈ രോഗിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? കിട്ടിയോ? എന്താണ് എന്തൊക്കെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ രോഗിയോടൊപ്പം വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ഒരു ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എ പ്രോപ്പർ ഇൻസ്പെക്ഷൻ വിത്ത് പ്രൊവിഷൻ ഓഫ് ഓൾ ലൈഫ് സേവിംഗ് ഇൻക്ലൂഡിംഗ് ഡ്രഗ്സ് ഈസ് കമ്പൽസറി ഫോർ ട്രാൻസ്ഫർ ഓഫ് ഓൾ പേഷ്യൻസ് വിത്ത് ലെവൽ 1, 2 and 3 ക്രിട്ടിക്കൽ കെയർ നേഴ്സ്. നമ്മളിവിടെ ലെവൽ 1, 2, 3 പറഞ്ഞായിരുന്നു അല്ലെ. അവര് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചിലർക്ക് ഡോക്ടേഴ്സ് വേണം, ചിലർക്ക് എന്താണ് ആരും വേണ്ട അല്ലെ. ചിലതിന് അനുസരിച്ചിട്ടുള്ള കുറെ എക്യുപ്മെന്റ്സും സർവ എല്ലാ സംഭവങ്ങളോടും കൂടിയിട്ടായിരിക്കണം ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതൊക്കെ പ്രത്യേകം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് പ്രോപ്പർ ഇൻസ്പെക്ഷൻ വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ഓൾ ലൈഫ് സേവിംഗ് ഡ്രഗ്സ് ഈസ് കമ്പൽസറി. 1, 2, 3 കാറ്റഗറിയിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവൻ രക്ഷാ മരുന്നുകളെല്ലാം ഇവരോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് കൊണ്ടുപോകും.
കൊണ്ടുപോകേണ്ടതാണ്. The transfer ambulance should be prepared with all the drugs and the devices needed for airway operation, oxygenation, ventilation, then hemodynamic monitoring and resuscitation. അതായത് പോയിന്റ് നെക്സ്റ്റ് പോയിന്റ് ആ പോയിന്റിലെ താഴേക്ക് വരുന്ന പോയിന്റിൽ പറഞ്ഞ എല്ലാ സംഗതികളും തന്നെ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഇതിന് ആവശ്യമായിട്ടുള്ള എയർവേ ഓപ്പറേഷൻസും ഓക്സിജനേഷനും വെന്റിലേഷനും ഹെമോഡൈനാമിക് മോണിറ്ററിംഗ് സംവിധാനങ്ങളും പുനർജീവന ആവശ്യമുണ്ട്. അല്ലെ, പെട്ടെന്ന് രോഗി ഡൗൺ ആയി പോവുകയാണെങ്കിൽ രോഗിയെ വീണ്ടെടുക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ മസ്റ്റ് ആയിട്ടും എന്താണ് രോഗിയോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതാണ് എന്നതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതായത് നമുക്ക് നമുക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്റർ ടോപ്പിക് കൂടെ എടുക്കാൻ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. ഒരു ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇല്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ കൺസിഡറേഷൻ. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ആംബുലൻസ് സംവിധാനങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ഏതെങ്കിലും സംഘടനകളല്ലേ നമ്മൾ ഏറ്റെടുത്ത് പോകാറുണ്ട്. സംഘടനകളുടെ നേതൃത്വത്തിൽ ആംബുലൻസ് സംവിധാനത്തില് പേഷ്യൻസിനെയൊക്കെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ചിലപ്പോൾ ചില എന്തെങ്കിലും അല്ലെ ദുരന്ത നിവാരണ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ടും ചില സംഘടനകളെല്ലാം ആംബുലൻസ് പ്രവർത്തനങ്ങളെല്ലാം സജ്ജമാക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യമാണ് സ്പെഷ്യൽ കൺസിഡറേഷൻ. ഇറ്റ്സ് എ പേഷ്യന്റ് റിക്വയർസ് ആൻ ആംബുലൻസ് ടു ടേക്ക് ഹിം ടു അനദർ ഫെസിലിറ്റി. മറ്റേതെങ്കിലും ഫെസിലിറ്റി മുഖേനയാണ് ഈ ആംബുലൻസ് സൗകര്യം ഉണ്ടാകുന്നതെങ്കിൽ make arrangements for a transportation with the social service administration. കേസ് സോഷ്യലുമായ അല്ലെ എന്തെങ്കിലും അല്ലെ നമ്മുടെ സോഷ്യൽ സാമൂഹ്യപരമായിട്ട് എന്തെങ്കിലും സർവീസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെയുള്ള ആംബുലൻസ് സർവീസ് ഉണ്ടായെങ്കിൽ making sure that the necessary equipment is gathered to provide care in the course of transport. അതായത് ഇങ്ങനെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ നെസസറി ആയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും ഡ്രഗ്സുകളും എല്ലാം ഇതിനോടൊപ്പം തന്നെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് നമ്മളിങ്ങനെ പേഷ്യൻസിനെ 1, 2, 3 കാറ്റഗറി എന്നൊക്കെ പറഞ്ഞാല് 0, 1, 2, 3, 4 അങ്ങനെയുള്ള കാറ്റഗറി ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള കാറ്റഗറി ആയിട്ട് തിരിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ഡ്രഗ്സും എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങൾ നമ്മൾ പറയാം. അപ്പൊ ഇങ്ങനെ സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ രോഗിയെ കൊണ്ടുപോവുകയാണ് ആംബുലൻസ് സർവീസുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ മതിയായ എക്യുപ്മെന്റ്സും ഡ്രഗ്സുകളെല്ലാം മരുന്നുകളൊന്നും ഇതിനോടൊപ്പം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ അതിനനുസരിച്ചിട്ട് കരുതി വെച്ച് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത്. ആണെന്ന് വിചാരിക്കുന്നു. അതായത് സ്പെഷ്യൽ അതായത് എന്തെങ്കിലും സംഘടനകളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആംബുലൻസ് സർവീസ് നടത്തുമ്പോൾ മതിയായ എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഇതുള്ളത് ഡോക്യുമെന്റേഷൻ ആണ്. അതായത് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നമ്മുടെ പേഷ്യൻസിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന പേപ്പർ വർക്ക്. The authentication of a patient transfer is most significant but often listed as part of a transfer. ഇത് പ്രധാനപ്പെട്ട ഒരു അല്ലെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത് രേഖ എന്നുള്ളത്. അതായത് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോഴെങ്കിലും അത് ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വഴിയുണ്ട്. നമുക്കറിയാം ചില ലീഗൽ മാറ്റേഴ്സ് വരുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇപ്പൊ എന്തെങ്കിലും സൈനുകളുടെ കുറവുകളോ അല്ലെങ്കിൽ റിപ്പോർട്ടുകളുടെ അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലീഗൽ ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന് പറയുന്നു. The authentication should always be obvious at all stages of a transfer. അതായത് വ്യക്തമായി തന്നെ എല്ലാ ഏത് സ്റ്റേജിലുള്ള ട്രാൻസ്ഫർ ആണെങ്കിലും ഈ ഒരു രേഖ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. Since it was the only legal report that the patient was transferred, it must consist of the patient's condition, reason to transfer, names and designation of a referring and receiving clinicians, details and status of important signs before the transfer, clinical events during the transfer and the treatment
ട്രീറ്റ്മെന്റ് ഗിവൺ. അതായത് നമ്മളിങ്ങനെ എന്തെങ്കിലും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും ഒരുപാട് ഡീറ്റെയിൽസ് അതിന് ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് അല്ലെ, മതിയായ ഈ പേഷ്യന്റിന്റെ BVS പറഞ്ഞാൽ വ്യക്തമായ ഒരു രീതിയിൽ തന്നെ അത് അല്ലെ നമുക്ക് എന്താ പറയാ അറിയാവുന്ന ഭാഷയിൽ തന്നെ വ്യക്തമാക്കിയിരിക്കണം. ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമാക്കിയിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും റിപ്പോർട്ടുകളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ, പേഷ്യന്റിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൽ ഉൾക്കൊള്ളേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പേഷ്യന്റിന്റെ കണ്ടീഷൻ, ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുണ്ടാകുന്ന കണ്ടീഷൻ, റീസൺ ടു ട്രാൻസ്ഫർ നീഡ്സ്, അത് റീസൺ എന്ത് കാരണത്താലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പിന്നെ അവരുടെ പേര്, ഡെസിഗ്നേഷൻ. നമുക്കറിയാം കൺസെന്റിന്റെ നമ്മള് കൺസെന്റ് വ്യക്തമായിട്ട് എന്താണ് റിലേറ്റീവ്സ് ഒക്കെ അതിന് തയ്യാറായിരിക്കും അല്ലെ. അതിന്റെ ഡെസിഗ്നേഷൻ, റെഫറിംഗ് ആൻഡ് റിസീവിംഗ് ഇനീഷ്യൽസ് ഡീറ്റെയിൽസ്, അതായത് ആരാണ് റെഫർ ചെയ്തത് അവരുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. പിന്നെ നമുക്ക് അറിയേണ്ട സ്റ്റാറ്റസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സയൻസ് ബിഫോർ ദ ട്രാൻസ്ഫർ, അവരൊക്കെ അല്ലെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഡോക്ടേഴ്സിന്റെ സൈൻ ആവശ്യമാണ്. പിന്നെ ക്ലിനിക്കൽ ഈവന്റ് ഡ്യൂറിംഗ് ദ ട്രാൻസ്ഫർ, ചെയ്യുന്ന അല്ലെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള ചികിത്സാ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ കുറെ എക്യുപ്മെന്റ്സും കുറെ മെഡിസിൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടാണോ ഒരു പേഷ്യന്റിനെ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്താണ് ഈ ഡോക്യുമെന്റില് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ വ്യക്തിയുടെ കൃത്യമായ പേരും ഈ വ്യക്തി ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, എങ്ങനെയാണ് ചികിത്സയുമായി ബന്ധപ്പെട്ട ഡോക്ടറിന്റെ സ്ഥിതി അല്ലെ കൊണ്ടുപോകാനുള്ള റീസൺ എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അടങ്ങിയ റിപ്പോർട്ടും ഡോക്ടറിന്റെ സൈനും, പിന്നെ അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ഇങ്ങനെ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് എന്തെങ്കിലും മാറ്റേഴ്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് തരണം ചെയ്തത്, അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ മെഡിസിൻസ് ആണ് കൊടുത്തത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഡോക്യുമെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുക. Then എന്താ പറയുന്നത്, a standardized testimony should be used and sustained both for intra and inter hospital transfer. ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ട്രാൻസ്ഫർ ആണെങ്കിലും പുറത്തേക്കുള്ള ട്രാൻസ്ഫർ ആണെങ്കിലും ഒരു സ്റ്റാൻഡർഡൈസ്ഡ്, അതായത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെസ്റ്റിമണി എന്ന് പറയുമ്പോൾ നമ്മുടെ സാക്ഷ്യപത്രം അല്ലെ, നമ്മുടെ കൃത്യമായിട്ടുള്ള സാക്ഷ്യപത്രം രേഖാമൂലം പേഷ്യന്റിന്റെ സിഗ്നേച്ചറോട് കൂടിയിട്ട് എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്തത്, അവരുടെ സമ്മതത്തോടു കൂടിയിട്ടാണ് മാത്രമാണ് എന്ത് സമ്മതപത്രം കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. സമ്മതത്തോടു കൂടി മാത്രമേ മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. These legal papers should be used for audit purpose for investigating the defect in the patient transfer. In case എന്തെങ്കിലും ഡിഫക്റ്റുകൾ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഇത് ഒരു നിയമപരമായിട്ടുള്ള ഒരു പേപ്പറാണ് അല്ലെ. ഇത് ഇവരുടെ സമ്മതം മേടിച്ചിട്ട് മാത്രമാണോ ഈ രോഗിയെ ട്രാൻസ്ഫർ ചെയ്തത് എന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു എവിഡൻസ് കൂടിയാണ് എന്ത് ഈ സമ്മതപത്രം എന്നുള്ളത്. Next എന്താണ്, there should be an official handing over at the receiving facility between the transferring team and the receiving team, who include the doctors and nurses. അതായത് നമുക്കറിയാം ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ എവിടേക്കാണോ റിസീവ് ചെയ്യുന്നത് അവർ തമ്മിൽ ഒരു ബന്ധമുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള രേഖകളെല്ലാം അങ്ങോട്ടേക്ക് കൈമാറ്റം ചെയ്യേണ്ടതുണ്ട്. രോഗിയെ എങ്ങനെയൊക്കെയാണ് ചികിത്സിച്ച്, എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്റ്റേജുകള്, അതിനനുസരിച്ചിട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു, ഇപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കാരണം എന്താണ് എന്നുള്ളതെല്ലാം വ്യക്തമാക്കി റിസീവിംഗ് ഡോക്ടേഴ്സിനെ അറിയിക്കേണ്ടതുണ്ട്. The different report of a clinical investigations and diagnostic studies should be transferred to the acquiring team. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഡോക്ടേഴ്സിന്റെ സൈനോട് കൂടി അതേമാതിരി തന്നെ നഴ്സുമാരുടെ റിപ്പോർട്ടുകളെയൊക്കെ കൃത്യമായിട്ട് തന്നെ എഴുതി തയ്യാറാക്കിയിട്ട് മാത്രമാണ് റിസീവിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോകേണ്ടത്. നമുക്ക് കണ്ടായിരുന്നു ഒരു ഷീറ്റ് അല്ലെ, അതിന്റെ ഒരു പേപ്പർ അവിടെ ചാർട്ടിനോടൊപ്പം തന്നെ വെക്കേണ്ടതുണ്ട്. മറ്റൊരു പേപ്പർ എന്താണ് നമ്മുടെ റിസീവിംഗ് അതോറിറ്റിക്ക് കൈമാറ്റം ചെയ്യേണ്ടത്. റിസീവിംഗ് ആയിട്ടുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ട് ഈ രോഗി എങ്ങനെയൊക്കെയാണ് വന്നത്, എങ്ങനെയുള്ള അഡ്മിഷൻ ആയിരുന്നു, എന്തൊക്കെ ട്രീറ്റ്മെന്റ് നടത്തി, എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വന്നത്, അതിനുള്ള ഫെസിലിറ്റി മതിയാവാത്തത് കൊണ്ടാണോ, അങ്ങനെയുള്ള മാറ്റേഴ്സ് എല്ലാം തന്നെ അതിൽ വ്യക്തമായിട്ടുണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് അവർക്ക് ബാക്കി ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പൊ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻ കേസ് ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ വരുമ്പോഴും ഇതൊരു എവിഡൻസ് ആണ്. അതോടൊപ്പം തന്നെ ഈ രോഗിയുടെ തുടർ ചികിത്സയ്ക്കും ഇതൊരു പ്രധാനപ്പെട്ട രേഖകളാണ്.
ഓക്കെ, വായിച്ചു നോക്കാം. നിങ്ങളൊരു ട്രാൻസ്ഫർ ഒരു പേഷ്യന്റിനെ അറിയിക്കുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. സാധാരണയായിട്ട് അവിടെ ചെല്ലുമ്പോൾ രോഗിയല്ലേ നമ്മള് എവിടേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോയി കഴിയുമ്പോൾ രോഗിയെ കൊണ്ടുപോകുന്നതിനോടൊപ്പം റിപ്പോർട്ടുകൾ അവിടുത്തെ നഴ്സുമാർക്ക് കൈമാറുന്നില്ലേ, അവരെ കൃത്യമായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി എല്ലാം അല്ലെ, രോഗിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം, അവർ കൊടുത്ത മെഡിസിൻസിന്റെ കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ, അതെല്ലാം റിസീവിംഗ് അതോറിറ്റിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലെ. സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഡോക്യുമെന്റേഷനിൽ വരുന്നത്. പിന്നെ കൃത്യമായിട്ടുള്ള സമ്മതപത്രത്തോട് കൂടിയിട്ടാണോ ട്രാൻസ്ഫർ നടത്തിയത്, അത് ലീഗലായിട്ട് എന്തെങ്കിലും ആക്ഷൻസ് വരികയാണെങ്കിൽ അത് മസ്റ്റായിട്ട് ആ ഒരു എവിഡൻസ് ആയിട്ട് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് അതും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. സമ്മതപത്രം കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് ഇന്റർ ട്രാൻസ്ഫർ ആണെങ്കിൽ എന്താണ് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെയാണെങ്കിലും ഇൻട്രാ ട്രാൻസ്ഫർ പുറത്തേക്കാണെങ്കിലും അത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? പേഷ്യന്റിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടുകളുണ്ടോ? സിമ്പിൾ ചാപ്റ്റർ അല്ലേ, വലിയ പ്രശ്നമില്ലാത്തൊരു ചാപ്റ്റർ ആയിട്ടാണ് തോന്നിയത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ, ഒരു പ്ലേസിലേക്ക് കൊണ്ടുപോകും, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. ഇനി നമുക്ക് എടുക്കാനുള്ളത് നെക്സ്റ്റ് ചാപ്റ്റർ. ഇപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞില്ലേ, വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുക്കാം. ഡോക്യുമെന്റ് വായിച്ചാൽ അത് നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും ഒഫീഷ്യലായിട്ട്, അതായത് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയെ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ അവർക്ക് ഡോക്യുമെന്റ്സും കൂടി, അതായത് ഈ ഡോക്യുമെന്റ്സിൽ നിന്നാണ് അവിടെയുള്ള ഈ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിസീവിംഗ് ആൾക്കാർക്ക് അല്ലെ, റിസീവിംഗ് ഡോക്ടറിനും നഴ്സുമാർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൈമാറ്റമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അവരെങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഇതില് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ദ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്, അതായത് അവിടെയുള്ള ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും കൃത്യമായിട്ട് തന്നെ ഈ ട്രാൻസ്ഫറിംഗ് സ്കീം കൊടുക്കുന്ന ഡോക്യുമെന്റിൽ നിന്നാണ് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത്. ദ ഡിഫറെന്റ് റിപ്പോർട്ട്സ് ഓഫ് ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, അതില് വ്യത്യസ്ത റിപ്പോർട്ടുകൾ ഉണ്ടല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഡോക്ടേഴ്സിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കണം, നഴ്സുമാരുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. അതായത് ഈ രോഗിയെ എന്തുമായിട്ടാണ് അഡ്മിഷൻ വന്നത്, ഈ രോഗിക്ക് എന്തൊക്കെ ചികിത്സകൾ നടത്തി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, രോഗനിർണയം എന്തായിരുന്നു എന്നുള്ള ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട്, എന്തൊക്കെ മെഡിസിൻസ് ആണ് കൊടുത്തത്, എത്രയൊക്കെ സമയത്താണ് കൊടുത്തത്, ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്ന മെഡിസിൻസ് എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ള നഴ്സുമാരുടെ റിപ്പോർട്ടുകളെല്ലാം എന്താണ് പുതിയ റിസീവിംഗ് അതോറിറ്റിയായ ഡോക്ടേഴ്സിനും നഴ്സുമാർക്ക് കൈമാറ്റം ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഈ രോഗിക്ക് തുടർ ചികിത്സ അവർക്ക് പ്രശ്നമൊന്നും കൂടാതെ അല്ലെ, എന്തെങ്കിലും പുതിയ ഫെസിലിറ്റികളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ പുതിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റീസ്, അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി രോഗിക്ക് കൂടുതൽ പരിചരണം കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ദ ഡിഫറെന്റ് റിപ്പോർട്ട്സ് ഓഫ് ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ്, അതായത് പരിചരണവുമായി ബന്ധപ്പെട്ട അതും അതേമാതിരി തന്നെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ
എന്താണ് അക്വയറിംഗ് ടീമിന്, അതായത് റിസീവ് ചെയ്യുന്ന ടീമിന് കൈമാറ്റം ചെയ്യേണ്ടതാണ്. നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം അതെന്തിനു വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് അല്ലെ, വീണ്ടും ആ രോഗിയെ പുതിയ ചികിത്സാ രീതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി കുട്ടിയുടെ രോഗം ഭേദമാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? അത് എപ്പോഴാണ് മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അത് നമ്മൾ ചെല്ലുമ്പോൾ അല്ലെ, നമ്മൾ സാധാരണയായിട്ട് രോഗിയെ അവിടെ ഒരു ട്രാൻസ്ഫറിംഗ് ആയിട്ട് കൊണ്ട് ചെല്ലും. ഇപ്പൊ ഇൻ കേസ് നമ്മൾ ചില ലെവലിലുള്ള പേഴ്സൺസിനെ കണ്ടായിരുന്നു. അപ്പൊ ചില ആംബുലൻസിനോടൊപ്പം ഡോക്ടേഴ്സും നഴ്സുമാരും അക്കോമ്പനി ചെയ്തിട്ടാണ് ആ രോഗിയെ കൊണ്ടുപോകുന്നതെങ്കിൽ ആ രോഗിയെ നമ്മൾ അങ്ങോട്ടേക്ക് കൈമാറ്റം ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഡോക്ടേഴ്സും നഴ്സുമാരും ഈ രോഗിയെ റിസീവ് ചെയ്യാൻ വന്നിരിക്കുന്ന അതോറിറ്റിക്ക് അവർക്ക് കൈമാറ്റം ചെയ്യാൻ ചെയ്യുന്നത്. രോഗിയോടൊപ്പം തന്നെയാണ് കൈമാറുന്നത്. രോഗിയോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് കൈമാറ്റം ചെയ്യുന്നത്. ക്ലിയർ ആയോ? ചിലപ്പോഴൊന്നും അല്ലെ നമുക്കിങ്ങനെ ഡോക്ടേഴ്സിന്റെ കമ്പനി അവരോടൊപ്പം തന്നെയായിരിക്കില്ല ആംബുലൻസിൽ പോകുന്നത്. അപ്പൊ രോഗിയോടൊപ്പം തന്നെ ആരാണ് കൈമാറ്റം ചെയ്യുന്ന രോഗിയെ കൊണ്ടുപോകുന്ന വ്യക്തികളായിരിക്കും അത് അവിടെ ചെയ്യുന്ന നഴ്സുമാരെ ഇവരെ റിസീവ് ചെയ്യാനായിട്ട് അല്ലെ. നമ്മളിപ്പോ കാർഡിയോളജിക്കുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടുത്തെ എടുത്തിട്ട് അവിടെയുള്ള ഡോക്ടേഴ്സിന് നമ്മുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ലെവലിനനുസരിച്ചിട്ട് നഴ്സുമാരും മറ്റാരെങ്കിലും അക്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് തീർച്ചയായിട്ടും അവരായിരിക്കും നേരിട്ട് കൈമാറ്റം ചെയ്യും. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഉള്ളത് എന്താണ്, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. എടുക്കാം എല്ലാവരും. പെട്ടെന്ന് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ആണെങ്കിൽ തീർച്ചയായിട്ടും എത്ര പെട്ടെന്ന് കൊണ്ടുപോയാലും അവര് സൈനൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെങ്കിലും അവര് നമ്മളുടെ അല്ലാതെ അവർക്ക് അങ്ങനെ ചെയ്യാനായിട്ടുള്ള അധികാരമില്ല. കാരണം ഇൻ കേസ് പോണ വഴിക്ക് തന്നെ എന്തെങ്കിലും രോഗിക്ക് സംതിങ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരും. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവര് ഇത്തരത്തിലുള്ള റിപ്പോർട്ടും കാര്യങ്ങളും അതായത് വളരെ സാക്ഷിപത്രം അല്ലെങ്കിൽ സമ്മതപത്രമൊന്നും ഇല്ലാതെ ഒരു പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യില്ല. കാരണം അത് അവരുടെ ഹോസ്പിറ്റലിനെ അല്ലെ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം എന്തെങ്കിലും ലീഗൽ നടപടികൾക്ക് ഇവര് അല്ലെ ഉപയോഗിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. ഇവർക്ക് എവിഡൻസ് ആയിട്ടുള്ള സംഭവമാണ് ഈ ഡോക്യുമെന്റ് റിപ്പോർട്ടുകൾ. ഈ റിപ്പോർട്ടുകളെല്ലാം ഈ രോഗി കൈമാറ്റം ചെയ്യുന്നതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്തിട്ട് അതിന്റെ സൈനും ആവശ്യമായിട്ടുള്ള സിഗ്നേച്ചർ എല്ലാം കൈപ്പറ്റിയിട്ട് മാത്രമേ ട്രാൻസ്ഫറിംഗ് ഓർഡർ നടക്കുകയുള്ളൂ. അതെവിടെയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇന്റർ ട്രാൻസ്ഫർ ആണെങ്കിലും ഇന്റർ ട്രാൻസ്ഫർ ആണെങ്കിലും അത് മസ്റ്റാണ്. ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ആ പോയിന്റ്. എന്താണ് നമ്മൾ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് അല്ലെ, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിമണി ഷുഡ് ബി യൂസ്ഡ് ആൻഡ് സസ്റ്റൈൻഡ് ബോത്ത് ഫോർ ഇൻട്രാ ട്രാൻസ്ഫർ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള സാക്ഷ്യപത്രമൊക്കെ മസ്റ്റാണ്. അപ്പോ അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടുകൾ മസ്റ്റായിട്ട് അവർ കൈമാറ്റം ചെയ്യും. ഇതിനോടൊപ്പം തന്നെ ആ പർപ്പസിനോടൊപ്പം റിപ്പോർട്ടുകളോടൊപ്പം തന്നെ ഇതെല്ലാം അവരെ അതോടൊപ്പം തന്നെ കൈകാര്യം ചെയ്തു. പേപ്പർ വർക്കുകൾ കഴിഞ്ഞാൽ മാത്രമേ രോഗിയെ വിട്ട് കൊടുക്കുകയുള്ളൂ. അത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് കൈമാറ്റം ചെയ്യാൻ. ഇതൊക്കെ ഭയങ്കര കുട്ടികളാണ്. അവരുടെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു റിപ്പോർട്ട് അവിടെ ഓൾറെഡി ഇവര് കൊടുക്കുന്ന ഈ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം അവരുടെ ഫയലിലുണ്ടാവും ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന. ഓക്കെ, അങ്ങനെ മിസ്സായാൽ തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഒരു പേപ്പർ ഓൾറെഡി ഏത് ഹോസ്പിറ്റലാണോ ട്രീറ്റ് ചെയ്തത് ആ ട്രീറ്റ് ചെയ്ത ഹോസ്പിറ്റൽ അവർ മസ്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ടാണ് ഒരു പേപ്പറാണ് ഇവർക്ക് കൊടുത്തേക്കുന്നത് റിസീവിംഗ് അതോറിറ്റിക്ക് കൈമാറ്റം ചെയ്യാൻ. അത് ആ പേപ്പർ മിസ്സായാലും ഇവരുടെ കയ്യിൽ ഓൾറെഡി എവിഡൻസ് ഉണ്ടല്ലോ. അവര് ആ എവിഡൻസ് കാണിക്കും ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു. ഇൻ കേസ് ആംബുലൻസിൽ നിന്ന് അവർ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോഴെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇവർക്ക് വീണ്ടും ആ ഒരു റിപ്പോർട്ടുകൾ ഈ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് മേടിച്ചെടുക്കാൻ ചിലപ്പോൾ റിലേറ്റീവ്സ് തന്നെ വന്നത് സാധനം കൈപ്പറ്റിയിട്ട് തിരിച്ചു കൊണ്ടേ കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പേഷ്യൻസിന് എന്തായാലും അവര് ചികിത്സാ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഇതിന്റെ കണ്ടിന്യൂവേഷൻ വേണമെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിന്യൂവേഷൻ ഇല്ലാന്ന് തന്നെ അവർ കാണിച്ചിട്ട് മാത്രമേ അവര് എന്താണ് ചികിത്സ നടപടി തയ്യാറെടുക്കുള്ളൂ.
കാരണം അവർക്ക് കൈമാറ്റം ചെയ്യുന്ന എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അവർക്കും റിസീവിംഗ് അതോറിറ്റിയും ലീഗൽ ആക്ഷൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരും ഫേസ് ചെയ്യേണ്ടതായിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല എങ്കിൽ അത് അവര് മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്തിട്ട് മാത്രമേ എന്താണ് മെഡിസിൻസ് അടുത്ത സ്റ്റെപ്പിലേക്ക് അവര് തയ്യാറാവുകയുള്ളൂ. എന്തായാലും 2 ഷീറ്റ് ഉണ്ടാവും. അവിടെ ചികിത്സിച്ച ഹോസ്പിറ്റലിലായിരിക്കും ഒന്ന് കീപ്പ് ചെയ്യുക, മറ്റൊന്ന് എന്താണ് റിസീവിംഗ് അതോറിറ്റിക്കായിരിക്കും വിളിക്കുന്നത്. ക്ലിയർ ആയോ? പേഷ്യൻസിന് പ്രോബ്ലം വന്നാലോ, പേഷ്യൻസിന് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിന് മാത്രമായിട്ടില്ലല്ലോ നമ്മൾ ആംബുലൻസിൽ കയറ്റി വിടുന്നത്. പേഷ്യൻസിനോടൊപ്പം ഏതെങ്കിലും പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് എങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ റിലേറ്റീവ്സിന് ഇൻ കേസ് മിസ്സിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആധികാരികമായിട്ട് ചിന്തിക്കുമ്പോൾ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ചാപ്റ്റർ അതാണ് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂ. അതായത് ധാർമ്മിക ഇതുകളുമുണ്ട്, നിയമ നടപടികളും ഈ ഹോസ്പിറ്റലിൽ മസ്റ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് പോകേണ്ടതാണ്. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനേ പറ്റുള്ളൂ. ഇനി അത് ഇങ്ങനെ മിസ്സായാലോ അങ്ങനെ മിസ്സായാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സായതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ലീഗലായിട്ടുള്ള നടപടികൾക്ക് ലീഗലായിട്ടുള്ള പ്രൂഫുകൾ മസ്റ്റായിട്ടും കീപ്പ് ചെയ്തിട്ട് ഹോസ്പിറ്റലുകാരെ കാണിച്ച് ചെയ്ത് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ സൽപ്പേരിനെ അത് ബാധിക്കില്ല. റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയാലും പ്രശ്നമാകണോ എന്നാണ് പറയുന്നത്. റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ മിസ്സായി പോയാൽ തന്നെ ചെല്ലുന്ന റിസീവിംഗ് അതോറിറ്റി അത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടാണ് എന്താണ് ചികിത്സ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇനി മിസ്സായി പോയാൽ തന്നെ ഒരു പ്രൂഫ് അവിടെ ഓൾറെഡി ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ട് വരാനായിട്ട് ഇവർ ആവശ്യപ്പെടും. അതനുസരിച്ചിട്ട് അത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവർ കണ്ടിന്യൂ ചെയ്യായിരിക്കും അവരുടെ ചികിത്സ. ഓക്കെ, ഇൻ കേസ് ഈ ബോധപോക്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ റിസീവിംഗ് അതോറിറ്റിക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ ഇടയ്ക്ക് തന്നെ സംഭവിച്ചു പോയി. പിന്നെ അതിന്റെ നടപടികൾ അപ്പൊ എന്താണ് അതിന്റെ ഈ എന്തെങ്കിലും ഈ കൊണ്ടുപോയ അല്ലെ മസ്റ്റായിട്ടും അവിടെ നിന്ന് ട്രാൻസ്ഫർ ഓർഡറിങ് കൊടുത്ത ഹോസ്പിറ്റലിന് എതിരെ എന്തെങ്കിലും വേണമെങ്കിൽ പേഷ്യൻസിനും റിലേറ്റീവ്സിനും കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനൊക്കെ കണ്ടിട്ട് കൊണ്ടുപോകില്ല. അപ്പൊ അവർക്ക് ലീഗൽ എവിഡൻസുകൾ ഉണ്ടാവും. ഈ ട്രാൻസ്ഫർ കൊണ്ടുപോകണമെങ്കിൽ മുമ്പ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ വിട്ടിരിക്കുന്നത്, ഇത്ര സമയത്തിനുള്ളിൽ ഇത്രയൊക്കെ ചെയ്തിട്ടാണ് നോക്കുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് അവരുടെ ന്യായീകരണം അല്ലെ ലീഗലായിട്ടുള്ള നടപടികൾ പൂർത്തിയതിനു ശേഷം മാത്രമേ ട്രാൻസ്ഫർ അവർ തയ്യാറാവൂ. കേസ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവിച്ച ഒരുപക്ഷെ അല്ലെ ചിലപ്പോ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് അത് അംഗീകരിക്കും, അതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യും. അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാറ്റേഴ്സ് എന്തെങ്കിലും കേസ് കൊടുക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അതനുസരിച്ചിട്ട് കേസിന് പോകും അല്ലെ. അങ്ങനെയൊക്കെ നമ്മൾ സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള നടപടികൾ വരും. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിൽ നമ്മുടെ ഡോക്യുമെന്റേഷൻ എന്തെന്നുള്ള കാര്യമാണ് നമ്മൾ മസ്റ്റായിട്ട് പറഞ്ഞത്. ഇതെന്തായാലും നടത്തിയിരിക്കേണ്ടത് മസ്റ്റാണ്. റിസീവിംഗ് അതോറിറ്റിക്ക് അതിന്റെ തുടർ ചികിത്സയ്ക്കും ആവശ്യമാണ്. എന്താ പേഷ്യന്റിനെ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്തിരുന്ന അവർക്കും അത് ലീഗലായിട്ടുള്ള എന്തെങ്കിലും ആക്ഷൻസിനും ഇത് മസ്റ്റായിട്ടും ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, എല്ലാ ഡൗട്ടുകളും നമുക്ക് സത്യത്തില് നല്ല എന്താ പറയുക ഇങ്ങനെ മെസ്സേജ് അയച്ച് അതിന് മറുപടി പറഞ്ഞ് നമുക്ക് ക്ലാസ് എടുക്കാൻ എനിക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകണം. അപ്പോ അടുത്ത ഇത് നിങ്ങളുടെ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു നല്ലൊരു ബെറ്റർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ എപ്പോഴും നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കൊടുത്തിട്ട് കൂടുതൽ അല്ലെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്കൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അതല്ലാതെ ഒരു ഹോസ്പിറ്റലിലും വെറുതെ വ്യക്തികളെ പറഞ്ഞയക്കാനായിട്ടുള്ള അധികാരമില്ല. ഇൻ കേസ് അങ്ങനെ പറഞ്ഞയക്കണമെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു എല്ലാവരുടെ സാക്ഷ്യപത്രം സമ്മതപത്രം എല്ലാം ഇപ്പൊ ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ രോഗിക്ക് മരുന്നിനോടൊന്നും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് വരുമ്പോൾ വീട്ടിലേക്കൊക്കെ പറഞ്ഞേക്കും. വർഷങ്ങളല്ലേ നാളുകളോളം ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ കിടക്കേണ്ട കാരണം രോഗി അതിനൊന്നും റിയാക്ട് ചെയ്യുന്നില്ലാത്ത കണ്ടീഷനൊക്കെയാണ്. അവിടെ നമുക്ക് എന്താണ് സ്റ്റേജ് ഉണ്ട്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് രോഗിക്ക് വീട്ടിൽ കൊണ്ടായാലും ഇംപ്രൂവ്മെന്റ് വരുന്നില്ല എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് തന്നെയാണ് സമ്മതപത്രങ്ങൾ മേടിച്ചിട്ടാണ് അവര് വീട്ടിലോട്ടൊക്കെ പറഞ്ഞത്. മനസ്സിലായോ? ഈ ഡോക്യുമെന്റ് മസ്റ്റ് ആണ് എല്ലാ കാര്യത്തിലും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂ.
എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂല് ഈ ഒരു ഇതിന്റെ തുടർച്ചയാണ്. എന്താണ് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്കറിയാം ധാർമ്മികതയും നിയമപരവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. നമുക്കറിയാം ഏത് വ്യക്തികളാണെങ്കിലും ലോയേഴ്സ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു പെരുമാറ്റച്ചട്ടങ്ങളുണ്ട് അല്ലെ. നമ്മുടെ ഡോക്ടേഴ്സിന് അവരുടേതായിട്ടുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട കുറെ പെരുമാറ്റ രീതികളൊക്കെ ഉണ്ട്. പേഷ്യൻസിന് അത് കൈകാര്യം ചെയ്യേണ്ട ഒരു രീതികളും മര്യാദകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ആ സ്ഥാപനത്തിനോടും ഹോസ്പിറ്റലിനോടും മര്യാദ പുലർത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ സമൂഹത്തിനോടും അവർക്ക് മര്യാദ കാര്യങ്ങളെല്ലാം പുലർത്തേണ്ടതുണ്ട്. ഒപ്പം ലീഗലായിട്ടുള്ള നിയമ നടപടികൾക്കും അവരെ വിധേയമാക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ട് നമുക്കറിയാം ഇത്തരത്തിലുള്ള ഇഷ്യൂകളൊക്കെ ധാരാളം വരുന്നത് കൊണ്ട് അവർക്ക് ധാർമ്മികമായ കാഴ്ചപ്പാടും വെച്ച് പുലർത്തിയിട്ടായിരിക്കണം അവരുടെ പ്രൊഫഷൻ കൊണ്ടുപോകേണ്ടത്. ഒപ്പം നിയമപരമായിട്ടുള്ള വശങ്ങളും അവർക്ക് കൈകാര്യം ചെയ്ത് പോകേണ്ടത്. അപ്പൊ നമ്മൾ കണ്ട അപ്പോൾ ഡിസ്കഷനിൽ വന്ന മാറ്റേഴ്സ് തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. അതായത് എത്തിക്കൽ എന്ന് പറയുമ്പോൾ ധാർമ്മിക കാഴ്ചപ്പാട്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്കറിയാലോ ഹോസ്പിറ്റലിൽ പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പൊ ഡോക്ടറിന്റേതായ നഴ്സുമാരുടേതായ ഒരു ധാർമ്മിക ചുമതലയുണ്ട്. അത് സമൂഹത്തിന് നന്മ ചെയ്ത് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് നല്ല കാര്യങ്ങൾ ചെയ്ത് അവരുടെ കഴിവും അല്ലെ അവരുടെ ആ ഒരു കഴിവും ഒപ്പം എന്താണ് അവരുടെ സ്കില്ലും എല്ലാം തന്നെ ഉപയോഗിച്ചിട്ട് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാനുള്ള വ്യക്തിപരമായിട്ടൊരു കടമ ഏതോ ഒരു പേഷ്യൻസിന്റെ ചികിത്സിക്കുമ്പോൾ ഡോക്ടേഴ്സിനും നഴ്സിനും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ലീഗലായിട്ടുള്ള ഇഷ്യൂസിനെയും തരണം ചെയ്യേണ്ടതുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് പോകാനുള്ളത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എത്തിക്കൽ ആസ്പെക്ട്സ്. എത്തിക്കൽ ഞാൻ പറഞ്ഞു ധാർമ്മികമായിട്ടുള്ള ആസ്പെക്ട്സുകളാണ്, വശങ്ങളാണ്. Code of behavior set by members of the medical profession to control the practice of medicine so that its members do not bring disgrace to the profession. അതായത് നമ്മൾ ഏതൊരു ആ പ്രൊഫഷന് നമ്മുടെ ഹോസ്പിറ്റൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അവർ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ജോലികളുമായി ബന്ധപ്പെട്ട് പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ അവരുടെ പെരുമാറ്റ രീതികളൊക്കെ കൺട്രോൾ ചെയ്ത് തന്നെ പാലിച്ചു പോകേണ്ടതുണ്ട്. ഒരിക്കലും ആ ഒരു പ്രൊഫഷന് അപമാനം വരുത്തി വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പാടില്ല. ഡിസ്ഗ്രേസ് എന്ന് വെച്ചാൽ അപമാനം വരുത്തി വെക്കുന്ന ആ പ്രൊഫഷനെ ലംഘിക്കുന്ന അപമാനം വരുത്തി വെക്കുന്ന പ്രവർത്തികളൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള വശങ്ങളാണ് പറയുന്നത്. പ്രധാനമായിട്ടും ഏതൊരു പേഴ്സൺസിനും ഏതൊരു പ്രൊഫഷണലായിട്ടുള്ള ഏതൊരു പേഴ്സൺസിനും അതിൻ്റെതായിട്ടുള്ള ധാർമ്മിക വശത്തോടു കൂടി വർക്ക് ചെയ്യേണ്ടതുണ്ട്. At its simplest, ethics is a system of moral principles. അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ധാർമ്മികമായിട്ടുള്ള തത്വാധിഷ്ഠിതമായിരിക്കണം എന്ത് പ്രൊഫഷൻ ഈ പ്രൊഫഷൻ എന്നുള്ളത്. Then ethics concerned with what is good for individuals and society and is also described as a moral philosophy. അതായത് നമ്മൾ സാധാരണയായിട്ട് ഇതിൽ പറയുന്നത് എന്താണ് ഏതൊരു വ്യക്തിക്കും ഏതൊരു ഇൻഡിവിജ്വലിനും അല്ലെങ്കിൽ സൊസൈറ്റിക്കും നമ്മൾ എപ്പോഴും നല്ലത് ചെയ്യുക നല്ല പ്രവൃത്തി നമ്മുടെ കഴിവും നമ്മുടെ അറിവും എല്ലാം നന്നായിട്ട് അവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഉപയോഗപ്രദമാക്കുക മനുഷ്യ ജീവിതത്തിന്റെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ശാഖയാണ് മോറൽ ഫിലോസഫി എന്ന് പറയുന്നത്. അതായത് ധാർമ്മിക തത്വചിന്ത എന്നുള്ളത്. അത് ആ ധാർമ്മിക അധിഷ്ഠിതമായ രീതിയിൽ തന്നെ നമ്മൾ ഇൻഡിവിജ്വലിനും സൊസൈറ്റിക്കും കൊടുക്കുക എന്നുള്ളതാണ്. ഇനി പിന്നെ പറയുന്നു എ കോഡ് ഓഫ് എത്തിക്സ് ഇസ് വൈഡ് വിച്ച് ഗിവ്സ് എംപ്ലോയി ഓർ മെമ്പേഴ്സ് എ ജനറൽ ഐഡിയ ഓഫ് വാട്ട് കൈൻഡ് ഓഫ് ബിഹേവിയർ and decisions are described and encouraged at a business or organization. അതായത് നമ്മൾക്ക് ഒരു സ്ഥാപനം ഇപ്പൊ നമുക്കറിയാം ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഏതൊരു നമുക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു വർക്കർ എന്ന നിലയിൽ നല്ല രീതിയിൽ നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു സ്ഥാപനത്തിനോട് കൂറുവെച്ച് തന്നെ നമുക്ക് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ അവിടെയെല്ലാം എന്താണ് മാനുഷികമായിട്ടുള്ള പരിഗണന ആ വ്യക്തികൾക്ക് സമൂഹത്തിനും കൊടുക്കേണ്ട പരിഗണന സമൂഹത്തിനും കൊടുത്തിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള തീരുമാനങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട്. വിച്ച് ഗിവ്സ് എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് എ ജനറൽ ഐഡിയ ഓഫ് വാട്ട് കൈൻഡ് ഓഫ് ബിഹേവിയർ ഇത്തരത്തിലുള്ള ബിഹേവിയറും പെരുമാറ്റ രീതിയും അല്ലെങ്കിൽ തീരുമാനങ്ങളും
നമുക്ക് വിളിക്കാൻ അല്ലെങ്കിൽ ഓർഗനൈസേഷന് അനുസൃതമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ അവിടെയെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്താണ്? എത്തിക്സ്, ധാർമ്മികമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി ആയിരിക്കണം എന്നുള്ളത്. A code of conduct mention how employees or members have to act in a particular situation. ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ അതിനെ ആ ഒരു പെരുമാറ്റച്ചട്ടം അനുസരിച്ചിട്ട് തന്നെ അവർക്ക് അവരുടേതായ തീരുമാനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകണം എന്നുള്ളതാണ്. ഈ കോഡ് ഓഫ് കണ്ടക്ട് മെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം. ഓക്കെ, ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഈ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം. അത് മെൻഷൻ ചെയ്യുന്നത്, അത് പറഞ്ഞു തരുന്നത് ഹൗ എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് ഹാവ് ടു ആക്ട് ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ എമർജൻസി കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ, ഇങ്ങനെ പല മാറ്റേഴ്സിനെയും അവര് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ അവരുടേതായ പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം ധാർമ്മിക അധിഷ്ഠിതമായ രീതിയിൽ തന്നെ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, പെർട്ടിക്കുലർ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് തന്നെ അത് എങ്ങനെ കൈകാര്യം ചെയ്യണോ ആ രീതി അനുസരിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അതായത് ചിലപ്പോഴൊക്കെ അല്ലെ അവർക്ക് ചില ബിഹേവിയർ ഒന്നും ചിലപ്പോൾ എന്താണ് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷെ മസ്റ്റായിട്ടും അതോട് പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെ അവരുടെ പ്രൊഫഷന്, നേരത്തെ ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞ മാതിരി അപമാനം വരുത്തി വെക്കാത്ത രീതിയിൽ തന്നെ അവരുടെ ആ ഒരു കഴിവുകളെല്ലാം വിനിയോഗിക്കണം എന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫിൽ പ്രധാനമായിട്ടും പറയുന്നത്. എത്തിക്കൽ ആസ്പെക്ട്സ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കുക. ഇതിൽ ഏതിന്റെ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത ഇതിൽ എന്താണോ പറയുന്നത് അത് തന്നെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് എന്താ പറയുക, ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള വശങ്ങളാണ് ഇതിലെടുത്ത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും വേർഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദ്യം. ക്ലിയറായോ? എന്താണ് എത്തിക്സ് എന്ന് മനസ്സിലാക്കിയത്? ഒരു ധാർമ്മിക കാഴ്ചപ്പാടാണ് ഇത് പ്രധാനമായിട്ടും വരുന്നത്. മനുഷ്യനോട് കൃത്യമായിട്ടുള്ള വില കൽപ്പിക്കുക, സമൂഹത്തിന് വില കൽപ്പിക്കുക, അതേമാതിരി തന്നെ ഹോസ്പിറ്റലിനോട് കൂറും പുലർത്തുക എന്നുള്ളത്. ഇനി ലീഗൽ ആസ്പെക്ട്സ് ആണ്. ലീഗൽ വശങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള വശങ്ങൾ അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ നിയമപരമായിട്ടുള്ള വശങ്ങൾ നമ്മളിപ്പോ തന്നെ ട്രാൻസ്ഫോർമേഷനിൽ കണ്ടു അല്ലെ. ലീഗലായിട്ടുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഫേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്താണ് അതിൽ ലീഗലായിട്ടുള്ള നിയമവശം വരുമ്പോൾ ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ അല്ലെ. മനുഷ്യ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം നിയമങ്ങളാണ് ലോ എന്ന് പറയുന്നത്. ലോ എന്ന് പറയുന്നത് അല്ലെ ഹ്യൂമൻ ആക്ഷന്റെ, മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം നിയമങ്ങളുണ്ട്. അതാണ് ലോ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പാലിക്കേണ്ട കുറെ നിയമാവലികളുണ്ട്. അതിനെയെല്ലാം എന്തെന്ന് പറയും? നിയമങ്ങൾ എന്ന് പറയും. മനുഷ്യ പ്രവർത്തനങ്ങളെ നയിക്കുന്നതിന് ഉള്ള ഒരു കൂട്ടം നിയമങ്ങളെ നമുക്ക് നിയമാവലി എന്ന് പറയാം. നമുക്കറിയാലേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലായിടത്തും ഉണ്ട്. അത് ഹോസ്പിറ്റൽ ആണെങ്കിലും അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് അനുസരിച്ചിട്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. Then law is a system of rights and obligations which the state imposes. അതായത് നമ്മുടെ അല്ലെ നമ്മുടെ സ്റ്റേറ്റ് എന്താണ് നമ്മളോട് അടിച്ചേൽപ്പിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. കടമകളും എന്താണ് അവകാശങ്ങളുമുണ്ട്. അതായത് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇത്രയും ഏജ് ഓവർ ആയിട്ടുള്ള പേഷ്യൻസിന് ഇങ്ങനെയുള്ള ചികിത്സ, അല്ലെങ്കിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ചികിത്സാ രീതിയാണ് അവലംബിക്കേണ്ടത്. അങ്ങനെയൊക്കെ എന്തായാലും ഓരോരുത്തർക്കുള്ള അവകാശങ്ങളും അതേപോലെ തന്നെ കടമകളുണ്ട്. ഡോക്ടേഴ്സ് ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, നഴ്സുമാർ. അതായത് സ്റ്റേറ്റ് നമുക്ക് വെച്ചു പുലർത്തുന്ന അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് നിയമങ്ങളാണ് നിയമം എന്നുള്ളതിൽ മറ്റൊരു പോയിന്റ് ആയിട്ട് പറയുന്നത്. ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്. നേരത്തെ നമ്മൾ പറഞ്ഞു കുറച്ച് അല്ലെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം നിയമങ്ങളെ നമ്മൾ നിയമങ്ങൾ എന്ന് പറയാമെന്ന് പറഞ്ഞു. ഇതേമാതിരി തന്നെ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നു സ്റ്റേറ്റ് നമ്മളെ പറഞ്ഞാലേ നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് കടമകളും കർത്തവ്യങ്ങളും ഒക്കെയുണ്ട്. അതിനെയെല്ലാം എന്തെന്ന് പറയാം? നിയമങ്ങൾ എന്ന് പറയാം. അതാണ്
Then വീണ്ടും പറയുന്നു law is the body of principles recognized by the state and the administration of justice. അതായത് ഭരണകൂടവും നീതിന്യായ ഭരണാധികാരികളും അംഗീകരിച്ച കുറച്ച് തത്വങ്ങളാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റേറ്റിന്റെ കുറെ അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള പവറിലുള്ള വ്യക്തികളും അതേമാതിരി തന്നെ നമ്മുടെ ഭരണഘടനയും അംഗീകരിക്കുന്ന കുറച്ച് തത്വങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം, നിയമങ്ങൾ എന്ന് പറയാം. അതായത് ഇതിൽ ബേസിക്കലി പറയുന്ന കാര്യം എന്താണ്, നിയമങ്ങൾ ഉണ്ട് എങ്കിൽ അത് പാലിക്കാനായിട്ട് ഡോക്ടേഴ്സ് ആണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സുമാരാണെങ്കിലും എല്ലാവരും അതിന് ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. നിയമം എന്താണ് പറയുന്നത് അതനുസരിച്ചിട്ട് കാര്യങ്ങൾ. അതിപ്പോ പേഷ്യൻസിനെ നമുക്ക് കൊണ്ടുവരുമ്പോൾ അറിയാം, ചില കാര്യങ്ങളിൽ നമുക്ക് അല്ലെ ചിലപ്പോ എന്താണ് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അത് നിയമത്തിന്റെ അജണ്ടയാണ് അല്ലെ, ആ ഒരു രീതിയിലൂടെ മാത്രമേ അത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് നിയമം എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവര് ബാധ്യസ്ഥരാണ് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? Courts or a policy may impose this system of rules and punish people who violate the rules, such as by paying a fine or other penalty including jail. അതായത് നമ്മുടെ നിയമങ്ങൾ അനുസരിച്ചിട്ടില്ല എങ്കിൽ പെനാൽറ്റികളൊക്കെ എന്തെങ്കിലും നിയമാവലികൾ നടത്തിയില്ല എങ്കിൽ അത് പേ ചെയ്തില്ല എങ്കിൽ നമുക്ക് ഇൻ കേസ് നമുക്കറിയാലോ ബോർഡ് മാർക്കുകളിലാണ് എപ്പോഴും പെനാൽറ്റീസ് ഇതൊക്കെ വരുന്നത്. അവര് പറയുന്ന നിയമം പാലിച്ചിട്ടില്ലെങ്കിൽ അവർ ഫൈനൊക്കെ ഈടാക്കും. ഇൻ കേസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടി കൂടിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജയിൽ ശിക്ഷ വരെ എന്താ പറയാ ആ നിയമം അനുസരിച്ചിട്ടില്ലെങ്കിൽ അത് ജയിൽ ശിക്ഷ അനുഭവിക്കാനും ബാധ്യസ്ഥരാണ്. ഇതാണ് ലീഗൽ ആസ്പെക്ടിൽ പറയാൻ. അപ്പൊ നമ്മൾ എത്തിക്കൽ ആസ്പെക്ട് എന്താണെന്നും ലീഗൽ ആസ്പെക്ട് എന്താണെന്നുള്ള ടെസ്റ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ എന്താണെന്ന് നോക്കാം. Hospital administration is obliged to have a clear understanding of ethical and legal responsibility. അതായത് നമ്മൾ ഈ തരത്തിലുള്ള കടമകൾ അല്ലെ കൃത്യമായിട്ട് എത്തിക്കലായിട്ടുള്ള ലീഗലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ആയിരിക്കും. അതായത് അവരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കും ആര് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വഹിക്കുന്ന വ്യക്തികളെല്ലാം. The management is responsible for policies for keeping a safe hospital, physical facilities and service, must ensure building conforms to regional bylaws, safety regulations, sanitation arrangements. അതായത് നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവിൽ ഇരിക്കുന്നവരാണ് കുറെ നിയമാവലികൾ ഹോസ്പിറ്റലിലെ വ്യക്തികൾക്ക് പാലിക്കേണ്ട നിയമാവലികൾ ഇറക്കുന്നത്. അവർ ഇത്തരത്തിലുള്ള നിയമ നടപടികളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ചിട്ടുള്ള കുറെ നിയമാവലികൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഹോസ്പിറ്റലിന്റെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് അതേമാതിരി തന്നെ ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സർവീസ് എന്തെങ്കിലും സൗകര്യങ്ങൾ അല്ലെ ശാരീരികമായ എന്തെങ്കിലും സൗകര്യങ്ങൾ സേവനങ്ങളും നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കാം. Then must ensure building conforms to regional bylaws. അതായത് അവിടെയുള്ള റീജിയൻ അവിടെയുള്ള വ്യക്തികൾക്ക് എല്ലാവർക്കും ഈ നിയമ നടപടികൾക്ക് അനുസരിച്ചിട്ട് തന്നെയാണ് ബിൽഡിംഗ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സേഫ്റ്റി റെഗുലേഷൻസ് സുരക്ഷ ഉറപ്പുവരുത്താനായിട്ട് നടപടികൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വഹിക്കുന്ന വ്യക്തികൾ ഫസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. സാനിറ്റേഷൻ അറേഞ്ച്മെന്റ്സ് ശുചിത്വപരമായിട്ടുള്ള എന്തെങ്കിലും അറേഞ്ച്മെന്റ്സുകളൊക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊക്കെ നടത്താനായിട്ട് ഇവർ ബാധ്യസ്ഥരാണ്. ഹോസ്പിറ്റൽസ് ബീയിങ് ആൻ inevitable part of the social system are subject to all laws of the land. അതായത് നമ്മൾ സോഷ്യലായിട്ട് നമ്മുടെ സാമൂഹ്യപരമായിട്ട് നല്ല രീതിയിൽ അല്ലെ ഒരു അവിഭാജ്യ ഘടകം. ശരിക്കും പറഞ്ഞ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റിയിൽ ഒരു ഹോസ്പിറ്റൽ ഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമൂഹത്തിന് ഏറ്റവും ഒരു അംഗീകാരം കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പൊ അവര് ആ ഒരു ലോകളെല്ലാം അല്ലെ നല്ല ഒരു സൊസൈറ്റിക്ക് നല്ലത് രീതിയിൽ തന്നെ ശുചിത്വ നടപടികളും അതേമാതിരി തന്നെ സേഫ്റ്റി റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ബീയിങ് ആൻ ഇൻവെറ്റബിൾ പാർട്ട് എന്ന് പറഞ്ഞ ഒരു പ്രധാന അവിഭാജ്യ ഘടകമാണ് ഇവിടെ സൊസൈറ്റിയെ സംബന്ധിച്ചത്. അപ്പൊ ഹോസ്പിറ്റൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലുള്ളവർ ഇതെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലോസിന് നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ കാര്യങ്ങളെ എല്ലാം അല്ല എന്തെങ്കിലും ഡിസിഷൻസ് തീരുമാനങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ഒക്കെ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. Hospitals should be safe from explosive and inflammatory gases, chemicals, machinery, steam damages from slippery
കോഴ്സ് എക്സെട്ര. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലുള്ളവരാണല്ലോ, എവിടെയെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കണമെങ്കിലോ എന്തെങ്കിലും കൂടുതൽ പുതുമയോടുകൂടി ടെക്നോളജി നടപ്പാക്കണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലുള്ള പവറിലുള്ള വ്യക്തികളായിരിക്കും. അപ്പൊ അവര് ഇതെല്ലാം തന്നെ ലോയ്ക്ക് അനുസൃതമായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. വീണ്ടും പറയുന്ന എന്താണ്, എന്തെങ്കിലും അല്ലെ നമ്മള് ഗ്യാസ് പൊട്ടിത്തെറിക്കത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകില്ല, അതെല്ലാം സ്ഫോടക വസ്തുക്കളുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് വരികയാണെങ്കിൽ മെഷീനറിയുമായി ബന്ധപ്പെട്ട അല്ലെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭയങ്കര സൗണ്ടും സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ലോയ്ക്ക് അനുസൃതമായിട്ട് മാത്രമേ ഇവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ പാടുള്ളൂ. അതേമാതിരി തന്നെ സ്റ്റീം ഡാമേജസ്, ആവി യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡാമേജസ് വന്ന് പൊല്യൂഷനൊന്നും വരുത്താനൊന്നും പാടില്ല. സ്ലിപ്പറി ഫ്ലോർസ്, ഇൻ കേസ് ഒരു ചെറിയ അല്ലെ സൊസൈറ്റിക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ തന്നെ അവർക്കൊക്കെ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഫ്ലോറ് വരെ എന്താണ് വഴുതി പോകാത്ത തരത്തിലുള്ള രീതിയിലൊക്കെയായിരുന്നു ഫ്ലോറ് വരെ അവരെ അറേഞ്ച് ചെയ്യേണ്ടത് എന്നാണ്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ പവറിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഈ നിയമ നടപടികളെല്ലാം വ്യക്തതയോടുകൂടി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. കാരണം ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തുമ്പോൾ സേഫ്റ്റി കാര്യങ്ങളിലോ സുരക്ഷാപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ശുചിത്വപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ലെ സൊസൈറ്റിക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും നടപടികളൊക്കെ സ്വീകരിക്കുമ്പോൾ നോക്കി അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. 2-3 ഇതുകളാണ് പറഞ്ഞത്. എന്താണ് എത്തിക്സ് എന്നുള്ളതും എന്താണ് ലീഗൽ എന്നുള്ളതും നെക്സ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഈ ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്. കിട്ടിയോ എന്തെങ്കിലും? വഴിക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നില്ല. നിങ്ങൾ എന്താണ് ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ പിന്നെയും വേണ്ടിട്ടാ ഒരുപാട് കുറെ ആക്ടുകളാണ്. എന്താണ് വ്യവസായ ആക്ട്, എന്താണ് മിനിമം വേജസ് ആക്ട്, ഇതെല്ലാം ഇതനുസരിച്ചിട്ടല്ലേ ആക്ടിന്റെ കീഴിലൊക്കെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ അല്ലെ. അതിനനുസരിച്ചിട്ട് കുറെ ആക്ടുകളാണ്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്. ആക്ട് എന്താ പറയുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കാന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ്. എന്തായാലും പഠിച്ചു പോവുക. ഓക്കെ, ഇതുവരെ എടുത്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് എടുത്തി വായിച്ചു നോക്കാം. എന്തായാലും ഫസ്റ്റ് ഒരു പരിചയം എടുത്തിട്ടുള്ളൂ. അല്ലേ, ക്ലിയർ ആയോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാം? ഈ ഭാഗം ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് എന്ത് തുടങ്ങി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടി ഇതിന്റെ ഒരു ചെറിയ കണ്ടിന്യൂഷൻ ഉണ്ടാവും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഓക്കെ ആവും. ചെറിയ 2 പാരഗ്രാഫ് ഞാൻ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം.